ജീവിതത്തിൽ നല്ലതെന്തെങ്കിലും കിട്ടുമ്പോൾ പോലും അതിലെ ചെറിയൊരു കുഴപ്പം മാത്രം ഓർത്ത് നമ്മൾ വിഷമിച്ചിട്ടുണ്ടോ? ഒരു മനോഹരമായ റോസാപ്പൂ കാണുമ്പോൾ അതിലെ മുള്ളുകളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നൊരു സ്വഭാവം നമുക്കെല്ലാവർക്കും എവിടെയൊക്കെയോ ഉണ്ട്, അല്ലേ? അപ്പോ ഈ ഒരു ചിന്തയെ, ഈ ഒരു ശീലത്തെ 4 വരികൾ കൊണ്ട് മാറ്റിമറിച്ച് ചങ്ങമ്പുഴയുടെ ഒരു ചെറിയ കവിതയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഈ വരികളിലൂടെ വെറുതെ ഒന്ന് കണ്ണോടിക്കാം. ഒരു നിമിഷം ഇതിലെ വാക്കുകൾ നിങ്ങളോട് സംസാരിക്കട്ടെ. കവിത തുടങ്ങുന്നത് തന്നെ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ്. ഇതൊരു വെറും പ്രസ്താവനയല്ല. കവി നമ്മളോട് നേരിട്ട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. അപ്പോ കവിത തുടങ്ങുന്നത് ഭൃംഗങ്ങളെ എന്ന് വിളിച്ചുകൊണ്ടാണ്. അതിന്റെ അർത്ഥം ഹേ തേനീച്ചകളെന്നാണ്. അപ്പോ ഒറ്റനോട്ടത്തിൽ നമുക്ക് തോന്നും, ആഹാ, കവി സംസാരിക്കുന്നത് തേനീച്ചകളോടാണല്ലോന്ന്. പക്ഷെ ഇവിടെയാണ് കവിതയുടെ ആ ഒരു മാജിക്. ഈ തേനീച്ച അത് ശരിക്കും നമ്മളാണ്. നിങ്ങളും ഞാനും, ഈ ലോകത്തെ കാണുന്ന, ഓരോന്നും അനുഭവിക്കുന്ന നമ്മൾ തന്നെ. അപ്പോ കവി നേരിട്ട് സംസാരിക്കുന്നത് നമ്മളോടാണ്, ഓരോരുത്തരോടും. അപ്പോ എന്താണ് ഈ ചോദ്യം? സിമ്പിളാണ്. എന്തിനാ നിങ്ങൾ കഷ്ടപ്പെട്ട ചെളിയും മുള്ളുമൊക്കെ ഓർത്തുവെക്കുന്നത്? നോക്കൂ, എത്ര ലളിതമായ പക്ഷേ എത്ര ആഴമുള്ളൊരു ചോദ്യം അല്ലേ? ഇത് നമ്മുടെയൊക്കെ നെഞ്ചിലേക്കാണ് വന്നു വീഴുന്നത്. അപ്പൊ എന്താണ് ഈ ചെളിയും മുള്ളും? നമ്മുടെ ശ്രദ്ധ എപ്പോഴും പോയി കുടുങ്ങിക്കിടക്കുന്ന ഈ ഭാരങ്ങൾ, അതെന്താണെന്ന് നമുക്ക് അടുത്ത ഭാഗത്ത് നോക്കാം. കവി ഇവിടെ കൃത്യമായി 2 വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് പങ്കം, അതായത് ചെളി, പിന്നെ മുള്ള്. ചെളി എന്ന് പറഞ്ഞാൽ ആ പൂവ് വളർന്നു വന്ന മോശം സാഹചര്യങ്ങളാവാം, അതിന്റെ പശ്ചാത്തലമാവാം. മുള്ളുകളോ, അതതിന് നേരിടേണ്ടി വന്ന വേദനകളാണ്, പ്രതിസന്ധികളാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ മോശം ഓർമ്മകളും നമ്മളെ വിഷമിപ്പിച്ച അനുഭവങ്ങളുമൊക്കെ തന്നെയാണ് ഈ ചെളിയും മുള്ളും. ഈ സ്ലൈഡിലേക്കൊന്ന് നോക്കൂ. യാഥാർത്ഥ്യവും നമ്മുടെ കാഴ്ചപ്പാടും തമ്മിലുള്ള ഒരു വ്യത്യാസം ഇതിലെ ക്ലിയറാണ്. ഒരു പൂവ് ചെളിയിൽ നിന്നാണ് വളരുന്നത്, അതൊരു ഫാക്റ്റാണ്. പക്ഷേ നമ്മുടെ ഓർമ്മയിലോ ആ ചെളി മാത്രം. അതുപോലെ ഒരു പൂവിന് സ്വയം രക്ഷിക്കാൻ മുള്ളുകളുണ്ടാവും, പക്ഷെ നമ്മൾ കാണുന്നതോ ആ മുള്ളുകൾ മാത്രം. അപ്പോൾ കാര്യം മുഴുവൻ നമ്മൾ എവിടെയാണ് ഫോക്കസ് ചെയ്യുന്നത് എന്നതിലാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഈ ചെളിയിലും മുള്ളിലും മാത്രം ശ്രദ്ധ കൊടുക്കുന്നത് അത് നമ്മുടെ ഒരു ചോയ്സാണ്. നമ്മൾ അറിയാതെ എടുക്കുന്ന ഒരു തീരുമാനം. എന്നിട്ട് ആ ഓർമ്മകളെ ഒരു ഭാണ്ഡം പോലെ ചുമക്കുന്നതും നമ്മൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ പ്രശ്നം പറഞ്ഞു. ഇനി സൊല്യൂഷനിലേക്ക് വരാം. കവിതയിലെ ഏറ്റവും പവർഫുള്ളായ ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഈ ഭാരത്തിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കുന്ന ആ ഒരു തിരിച്ചറിവിലേക്ക്. ഒരൊറ്റ വരിയാണ്, നിങ്ങളെ ബാധിപ്പിതില്ലവ. അത്രയുള്ളൂ. ആ ചെളിയും മുള്ളുമൊന്നും നിങ്ങളെ ബാധിക്കേണ്ട കാര്യമല്ല. ഒന്നാലോചിച്ചു നോക്കൂ, എന്തു വലിയൊരാശ്വാസമാണ് ആ വാക്കുകൾ തരുന്നത്, അല്ലേ? ഭൂതകാലത്തിലെ ആ ഭാരമൊക്കെ അങ്ങ് ഇറക്കി വെക്കാൻ കവി നമ്മളോട് പറയുകയാണ്. അതെന്തുകൊണ്ടാണെന്നോ? കാരണം ആ ചെളിയും മുള്ളുമൊക്കെ ആ പൂവിന്റെ ഒരു ഭാഗം മാത്രമാണ്, അതിന്റെ പശ്ചാത്തലം. അല്ലാതെ അതാണ് ആ പൂവെന്നല്ല. അതൊന്നും ആ പൂവിന്റെ ഭംഗിയെ ഒരു തരി പോലും കുറയ്ക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അവയൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. പക്ഷെ നമ്മളതല്ല. അതുകൊണ്ട് കവി ഒരു സിമ്പിൾ സൊല്യൂഷൻ മുന്നോട്ട് വയ്ക്കുന്നു. ഒരൊറ്റ കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുക: പൂക്കളുടെ ഭംഗി. അതായത് നമ്മുടെ കൺമുന്നിലുള്ള ആ സൗന്ദര്യത്തിലേക്ക്, ആ നന്മയിലേക്ക്, ആ നല്ല നിമിഷത്തിലേക്ക് മാത്രം നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരിക. അപ്പൊ കവിതയുടെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ഇതൊരു ഉപദേശം മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ശരിക്കും പ്രയോഗിക്കാൻ പറ്റുന്ന ഒരു നിർദ്ദേശം കൂടിയാണ്. ഈ കവിത മുന്നോട്ട് വെക്കുന്ന ആ ഒരു ഫിലോസഫിയെ നമുക്കിങ്ങനെ 4 സ്റ്റെപ്പുകളായിട്ട് തിരിക്കാം. സ്റ്റെപ്പ് 1: പ്രശ്നങ്ങളുണ്ട്, ചെളിയും മുള്ളുമൊക്കെ അവിടെ തന്നെ ഉണ്ടെന്ന് സമ്മതിക്കുക. സ്റ്റെപ്പ് 2: പക്ഷേ ആ പ്രശ്നങ്ങളല്ല എന്റെ ജീവിതം എന്ന് തിരിച്ചറിയുക. സ്റ്റെപ്പ് 3: നിങ്ങളുടെ ശ്രദ്ധ, നിങ്ങളുടെ ഫോക്കസ് പൂർണ്ണമായും മുന്നിലുള്ള സൗന്ദര്യത്തിലേക്ക്, ആ പൂവിലേക്ക് മാറ്റുക. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട 4ാമത്തെ സ്റ്റെപ്പ്: ആ ഭംഗി വെറുതെ കണ്ടുപോയാൽ മാത്രം പോരാ, അത് ആക്റ്റീവായിട്ട് എൻജോയ് ചെയ്യുക, ആസ്വദിക്കുക. കവിത അവസാനിക്കുന്നത് ഈ ഒരൊറ്റ വാക്കിലാണ്: ആസ്വദിക്കൂ. ഇതൊരു വെറും അപേക്ഷയല്ല, ഇതൊരു കൽപ്പനയാണ്. ജീവിതത്തിൽ കിട്ടുന്ന നല്ല നിമിഷങ്ങളെ, ആ സൗന്ദര്യത്തെ വെറുതെ നോക്കി നിൽക്കരുത്. അതിലേക്കിറങ്ങിച്ചെന്ന് അതിനെ പൂർണ്ണമായും ആസ്വദിക്കാൻ കവി നമ്മളോട് പറയുകയാണ്. ശരി, ഇത്രയും സിമ്പിളായ 4 വരികൾ. ഇതിന് നമ്മുടെയൊക്കെ ഇന്നത്തെ ജീവിതത്തിലെ എന്ത് പ്രസക്തിയാണുള്ളത്? നമുക്ക് ആ രൂപകങ്ങൾ ഒന്നുകൂടി ഒന്നോർത്താലോ? ആ തേനീച്ച, അത് നമ്മളാണ്, നമ്മുടെ കോൺഷ്യസ്നെസ്. മുള്ളും ചെളിയും, അത് നമ്മുടെ ജീവിതത്തിലെ വെല്ലുവിളികൾ, കഴിഞ്ഞുപോയ വേദനകളൊക്കെയാണ്.
പിന്നെ ആ പൂവോ, അതാണ് നമ്മുടെ മുന്നിലുള്ള സൗന്ദര്യം, സന്തോഷം, ഇപ്പോ ഈ നിമിഷത്തിലുള്ള നല്ല കാര്യങ്ങൾ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എന്താണ്? സന്തോഷമെന്നു പറയുന്നത് പ്രശ്നങ്ങൾ ഒട്ടുമില്ലാത്ത ഒരവസ്ഥയല്ല, ഒരിക്കലുമല്ല. മറിച്ച് ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിലും നമ്മൾ എവിടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തീരുമാനിക്കുന്നു എന്നതിലാണ് കാര്യം. നമ്മുടെ ഫോക്കസ് എവിടെയാണോ അതാണ് നമ്മുടെ റിയാലിറ്റി. അപ്പോ അവസാനത്തെ ചോദ്യം ഇതാണ്: മുള്ളുകൾ സത്യമാണ്, അത് റിയലാണ്, സമ്മതിച്ചു. പക്ഷേ പൂക്കളും റിയലല്ലേ? അതും സത്യമല്ലേ? ഇവ രണ്ടും നിങ്ങളുടെ മുന്നിലുണ്ട്. ഇതിലെവിടേക്ക് നോക്കാനാണ് നിങ്ങൾ തീരുമാനിക്കാൻ പോകുന്നത്?